ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രാവണി ഫാമിലി വ്ളോഗ്സ്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ നമ്മുടെ രാമായണ മാസമാണല്ലേ ഇന്ന്. കർക്കിടകം 1-ാം തീയതി എടുത്ത വീഡിയോ ആണിട്ടത്. വർഷത്തിലെ 12 മാസങ്ങളെയും താരതമ്യം ചെയ്യുമ്പോൾ കർക്കിടകം എന്ന് പറയുന്നത് ഒരു പ്രത്യേകതയുള്ള മാസം തന്നെയാണല്ലേ. എന്തൊക്കെയാണല്ലേ കർക്കിടക സംക്രാന്തി, കർക്കിടക വാവ്. കർക്കിടക സംക്രാന്തിക്ക് നമ്മളിവിടെ വീട്ടിൽ എന്താ പറയുക, കാരണവന്മാർക്ക് കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. നമ്മുടെ കുടുംബത്തിലെ മരിച്ചു പോയവർക്കും അതുപോലെ കാരണവന്മാർക്കൊക്കെ നമ്മൾ അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ട് അത് വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. നമ്മൾ നമ്മുടെ വീട്ടിലുള്ള പഴയ സാധനങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കാറില്ല കേട്ടോ. അതായത് ഇപ്പോൾ നമ്മൾ പാചകം ചെയ്യാൻ ഉപ്പ്, കടുക്, പഞ്ചസാര അങ്ങനത്തെ ഒന്നും നമ്മൾ പഴയത് എടുക്കാറില്ല. അത് എടുത്ത് വെച്ചിട്ട് ഒന്നല്ലെങ്കിൽ നമ്മൾ കളയും, അല്ലെങ്കിൽ നമ്മളത് എടുത്ത് വയ്ക്കും, പിന്നീട് ഉപയോഗിക്കാമല്ലോ എന്ന് വെച്ചിട്ട് പിന്നെ നമ്മളെല്ലാ സാധനങ്ങളും പുതുതായിട്ട് വാങ്ങിച്ചിട്ടാണ് കേട്ടോ ഉപയോഗിക്കാറുള്ളത്. ഇവിടെ വീട്ടിലൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. എൻ്റെ വീട്ടിലൊക്കെ അപ്പാപ്പനൊക്കെ വേണ്ടിയിട്ട് നമ്മളങ്ങനെ വെച്ച് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ കർക്കിടക വാവിന് ബലി പ്രധാനമാണല്ലോ. വെച്ച് കൊടുക്കുന്നത് പോലെ തന്നെ നമ്മൾ ബലി ഇടുന്നതും ഈ മരിച്ചവർക്ക് വേണ്ടിയിട്ട് അവരുടെ എന്തോ ആത്മശാന്തിക്ക് വേണ്ടിയിട്ടൊക്കെ നല്ലതാണ്. പക്ഷെ എനിക്കങ്ങനെ കൂടുതലായിട്ടൊന്നും അതിനെക്കുറിച്ചിട്ട് പറയുക അറിയില്ല. ഞാനിപ്പോൾ കർക്കിടകത്തെ കുറിച്ചിട്ട് പറയാൻ മാത്രമൊന്നും ഞാൻ ആളല്ല. എനിക്കതിനെ കുറിച്ചിട്ടൊന്നും അറിയില്ല. എനിക്ക് അറിയണ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയണത്. പക്ഷേ ഞാൻ പറയണത് എത്രത്തോളം ശരിയാണെന്നും എനിക്കറിയില്ല കേട്ടോ. എന്തായാലും കർക്കിടക മാസം രാമായണ മാസമാണെന്നറിയാം, അത്രമാത്രം. പിന്നെ അതല്ല, നമ്മുടെ സംക്രാന്തിക്ക് മൈലാഞ്ചി ഇടുന്നത് നന്നായിട്ട് അറിയാം കേട്ടോ. അതുപോലെ തന്നെ എന്തിനാ മൈലാഞ്ചി ഇടുന്നത്, മൈലാഞ്ചി ഇടുന്നതിൻ്റെ ഐതിഹ്യം എന്താണ്, അതൊന്നും അറിയത്തില്ല. എന്നാലും നമുക്ക് മൈലാഞ്ചി ഇടണം, അത് കൊല്ലം നടക്കുന്ന സംഭവമാണ് കേട്ടോ. പണ്ടൊക്കെ ചെറിയ കുട്ടിയാകുമ്പോൾ നമ്മുടെ സനുവിൻ്റെയൊക്കെ പ്രായത്തിൽ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് ഈ ഒരു സംക്രാന്തി എന്ന് പറയുന്നത് കേട്ടാൽ തന്നെ അതിൻ്റെ 2 ദിവസം മുന്നേ ഞങ്ങൾ മൈലാഞ്ചിയൊക്കെ പൊട്ടിക്കുക എല്ലാ സ്ഥലത്തേക്കും ഞങ്ങൾ പോകാറുണ്ട് കേട്ടോ. ഇതൊരു വൈകുന്നേരം ടൈമിലായിരുന്നു കേട്ടോ നമ്മൾ മൈലാഞ്ചി പൊട്ടിക്കാൻ പോയിണ്ടായിരുന്നു. എന്താ പറയുക, രാവിലെയൊക്കെ എങ്ങനെ പോവുക, പൊരിഞ്ഞ മഴയായിരുന്നു. മഴയൊക്കെ ഒന്ന് മാറിയിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ട് അവസാനം ഈ നേരമായിട്ടുണ്ടായിരുന്നു. എത്രയും ഇപ്പോൾ സമയം 6 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പോയപ്പോൾ. ഞാൻ ഇറങ്ങാൻ കണ്ടപ്പോൾ തന്നെ എൻ്റെ പിന്നാലെ വാലും പിടിച്ചിട്ട് സനു ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് അടുത്ത വീട്ടിലത്തെ 2 പിള്ളേരും എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അവർക്കാണെന്ന് എന്താ പറയുക, വീഡിയോയിൽ വരാനൊന്നും താല്പര്യമില്ലാത്ത ആൾക്കാരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവർ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫുള്ള് ഞാൻ മാത്രം തന്നെയായിരുന്നു കേട്ടോ. എന്താ പറയുക, പിന്നെ മൈലാഞ്ചിയൊക്കെ പൊട്ടിച്ചിട്ട് ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ മൈലാഞ്ചിയിൽ തേക്കിൻ്റെ ഇല ചേർത്ത് നന്നായിട്ട് ചോക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മൾ പോണ വഴിക്ക് തന്നെ തേക്കിൻ്റെ ഇല കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കുറച്ച് പറിച്ചെടുത്തു കേട്ടോ. പണ്ടൊക്കെ ഞങ്ങൾ മൈലാഞ്ചിയുടെ ഇല അരയ്ക്കുമ്പോൾ അല്ലേ അതിൽ മഞ്ഞൾപ്പൊടിയും പുളിയും അതുപോലെ വേറെന്താ ചുണ്ണാമ്പൊക്കെ ചേർത്തിരുന്നു കേട്ടോ. എങ്ങനെ ചോക്കുക അങ്ങനെ ഓരോരുത്തരത്തെ ഓരോ വിധത്തിൽ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ പല രീതിയിലല്ലേ പറയും. അപ്പോൾ നമ്മളതെല്ലാം ഉപയോഗിച്ചിട്ടാണ് അരച്ചിട്ടുണ്ടായിരുന്നത്. അമ്മിയിൽ അരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. നമ്മൾ എന്താ പറയുക, ഇപ്പോൾ അമ്മിയിലൊന്നും അരയ്ക്കാറില്ല, ഫുള്ള് മിക്സിയിൽ തന്നെയല്ലേ. അപ്പം അമ്മിയിൽ പതുക്കെ എങ്ങനെയൊക്കെ അരച്ചെടുത്തു. അവസാനം നമ്മൾ ഈ മൈലാഞ്ചിയുടെ ഇല വലിച്ച് ഊരുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ കളറ് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഞാൻ ഇതിൻ്റെ ഇടയിൽ എൻ്റെ കയ്യിൻ്റെ എന്തോ കളറ് കാണിച്ചു തന്നത്. സനുവിനെ വെച്ചാൽ ഭയങ്കര ത്രില്ലിങ്, ഭയങ്കര സന്തോഷമാണ് കേട്ടോ അവൾക്കെന്ന് പറഞ്ഞാൽ അവൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംക്രാന്തിക്ക് മൈലാഞ്ചി ഇടുന്നത്. മൈലാഞ്ചി ട്യൂബൊക്കെ ഇടില്ല. അപ്പം അതിൻ്റെ ഇടയിൽ ചോദിക്കുന്നുണ്ട്, ഇത് ശരിക്കുള്ള മൈലാഞ്ചി അല്ല അല്ലേ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങണത് ഇങ്ങനെയല്ലല്ലോ എന്നൊക്കെ അവൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് അരയ്ക്കുന്നതിൻ്റെ ഇടയിലൊക്കെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് കൈ നന്നായി ചോത്താൽ മതിയായിരുന്നു. ഇത്രയും റിസ്ക് എടുത്തിട്ട് അരച്ചിട്ട് കൈ ചോക്കാണ്ടിരുന്ന കാര്യമില്ലല്ലോ. അവസാനം എന്താ നല്ല പേസ്റ്റ് പോലെ തിക്കായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ എല്ലാവരും ഒന്നിച്ച് അരച്ചിട്ട് 3-4 പേര് കൂടിയിട്ട് പങ്കിട്ടെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെന്താ ഏറ്റവും വലിയ സർപ്രൈസ്, ഇതാ മൈലാഞ്ചിയൊക്കെ പഠിച്ച് വീട്ടിലേക്ക് എത്തിയപ്പോഴേക്ക് ഏട്ടൻ എത്തിയിട്ടുണ്ടായിരുന്നു. ഏട്ടനാണിച്ച് വരുന്ന കാര്യം ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പെട്ടെന്നായിരുന്നു കേട്ടോ. അവിടെ പോയി കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ എന്താ പറയുക അതിശയിച്ച് ഇന്ന് പോയി, പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇന്നിപ്പോൾ വർക്കില്ല പറഞ്ഞിട്ട് പെട്ടെന്നൊരു ഗ്യാപ്പിന് അങ്ങനെ വന്നതാണ് കേട്ടോ. നാളെ പോവുകയും ചെയ്യും. വരുമ്പോൾ ഇതാ റംബൂട്ടാനും കുറേ മിഠായിയൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. വന്ന ഉടനെ തന്നെ ഏട്ടന് ബാഗൊന്നും വയ്ക്കാൻ സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതാ ഇവർക്ക് റംബൂട്ടാനൊക്കെ പൊട്ടിച്ച് കൊടുക്കുകയാണ്. ഏട്ടൻ വരുമ്പോൾ എപ്പോഴും കൊണ്ടുവന്നൊരു സാധനമാണ് കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്താ, റംബൂട്ടാൻ്റെ വില കേട്ടാൽ നമ്മുടെ ബോധം പോകും, അമ്മാതിരി വിലയാണ്.
മൈലാഞ്ചൊക്കെ പൊട്ടിച്ച് വന്നപ്പോഴേക്കും എന്താ നേരം ഇരുട്ടായിട്ടുണ്ടായിരുന്നു, നല്ല സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ, 7 മണിയോളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. വന്ന് മൈലാഞ്ചി അരയ്ക്കേണ്ട സമയം, അതിന് മുന്നേ തന്നെ സനുവിനെ ഇട്ട് കൊടുക്കാൻ തിടുക്കായിട്ടുണ്ടായിരുന്നു. അവളെന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താ നമ്മളിങ്ങനെ മൈലാഞ്ചി ട്യൂബൊക്കെ ഇടുന്നത് പോലെ ഡിസൈനിലൊക്കെ ഇട്ട് തരാൻ കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കുണ്ടോ മൈലാഞ്ചിയൊക്കെ ഇടാൻ അറിയുന്നത്? നമുക്കങ്ങനെ അത്ര വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ ഡിസൈനിലൊന്നും നമുക്ക് ഇടാൻ അറിയില്ല കേട്ടോ. അറിയുന്ന പോലെ എന്തൊക്കെയോ കുത്തി കുറുക്കി വെച്ചു കൊടുത്തു. ഇതുകൊണ്ട് ഇങ്ങനെ അല്ലാണ്ട് എങ്ങനെയാണ് നമ്മൾ എങ്ങനെ ശ്രമിച്ചാലും ഇങ്ങനെ അരച്ച മൈലാഞ്ചി അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും ഇടാൻ പറ്റില്ല. ഒന്നല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോലോ കമ്പോ എന്തെങ്കിലും ഒന്നും ഉണ്ടാവും, എനിക്ക് അങ്ങനെ ഇടാൻ പറ്റാറില്ല കേട്ടോ. പിന്നെ ഇപ്പം എന്താ നമ്മളിതപ്പോൾ എന്തായാലും സംക്രാന്തിക്ക് ഇങ്ങനെ തന്നെയല്ലേ ഇടുക, അല്ലാണ്ട് ഡിസൈനിലൊന്നും അല്ലല്ലോ ഇടുക. പിന്നെ ഇപ്പോൾ വേണമെച്ചാൽ നമുക്ക് ട്യൂബൊക്കെ വാങ്ങിച്ചിട്ട് സനുവിൻ്റെ ഡിസൈനിൽ ഇട്ട് കൊടുക്കാമല്ലോ. എന്നാലും അവൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഭയങ്കര രസത്തോട് കൂടി തന്നെയായിരുന്നു അവൾ ഈ മൈലാഞ്ചിയൊക്കെ ഇടാൻ കാട്ടി തന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞാറ്റ ഉറങ്ങുന്ന ഗ്യാപ്പിലായിരുന്നു കേട്ടോ നമ്മൾ ഈ മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അയ്യോ, കുഞ്ഞാറ്റ നെയ്ച്ചിട്ട് നമുക്കിതൊന്നും ഇടാൻ സമ്മതിക്കില്ലായിരുന്നു, ഫുള്ള് പിടിയും വലിയൊക്കെ തന്നെ ആയിരിക്കും. ഫസ്റ്റ് ഞാൻ സനുവിനെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവളുടെ ഇട്ട് ഫുള്ളായി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. സനു ഇതാ 2 കയ്യിലിടണം എന്നൊക്കെ പറഞ്ഞിട്ട് വാശി പിടിച്ച് നിൽക്കുമായിരുന്നു കേട്ടോ. ഞാനൊക്കെ ഇട്ട് കഴിഞ്ഞ് ലാസ്റ്റാണ് കേട്ടോ ഇവിടെ അമ്മയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. സനുവിൻ്റെ കയ്യിൽ മൈലാഞ്ചി ഇടുമ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. എന്താ പറയുക, കുഞ്ഞ കയ്യിൽ കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതിയല്ലോ, പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്നെ നമ്മളെ കയ്യിൽ മൈലാഞ്ചിയൊക്കെ ഇട്ട് ഫിനിഷായിട്ടാ. ഏകദേശം ഒരു 8:30 ആയിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം ഞാൻ എൻ്റെ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അരമണിക്കൂറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വല്ലാണ്ട് നല്ല പോലെ ഒന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും കുഞ്ഞാറ്റയൊക്കെ നീച്ച് തന്നെ പെട്ടെന്ന് തന്നെ കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുക, സനുവിനെ അണിച്ച മൈലാഞ്ചി ഇട്ട് കൊടുത്ത സന്തോഷവും അവിടെ അച്ഛൻ വന്ന സന്തോഷവും എല്ലാം കൂടിയിട്ടായിരുന്നു കേട്ടോ. ശരിക്കും ആയിട്ടൊരു സർപ്രൈസ് തന്നെ തന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് പറയാണ്ട് വന്നപ്പോൾ ഞങ്ങൾക്കതൊരു സർപ്രൈസ് തന്നെ ആയിപ്പോയി. പിന്നെ ഇതാ രാത്രി കുറേ കഴിഞ്ഞപ്പോൾ നമ്മുടെ കുഞ്ഞാറ്റ നീച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞാറ്റയുടെ കയ്യിലും കൂടി കുഞ്ഞൊരു കുത്തിട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ എന്താ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പം നല്ല സന്തോഷത്തോട് കൂടിയിട്ട് തന്നെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.